നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. മൂവാറ്റുപുഴ കോർട്ട് സെന്ററിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ജഡ്ജിമാർക്ക് യാത്രയയപ്പ് നൽകി. മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിലാണ് യാത്രയയപ്പ് നൽകിയത്. മൂവാറ്റുപുഴ ബാർ അസോസിയേഷന്റെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ കോർട്ട് സെന്ററിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന ജഡ്ജിമാർക്ക് യാത്രയയപ്പ് നൽകി. സബ് ജഡ്ജ് അദീഖ് റഹ്മാൻ, മജിസ്ട്രേറ്റ് സാജിദ് അണ്ടത്തോട് തെച്ചൻ, മുൻസിഫ് നിവേദിത MA എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. അഡീഷണൽ ഡിസ്ട്രിക്ട് ജഡ്ജ് KN ഹരികുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഈ 4 ഓഫീസേഴ്സും ഈ ഹോൾഡിംഗ് സ്റ്റേഷനിൽ നിന്ന് അടുത്ത ഹോൾഡിംഗ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ ഈ ബാർ അസോസിയേഷനിലെ അഡ്വക്കേറ്റ് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു, സ്വാഗത പ്രാസംഗികൻ പറഞ്ഞു, എല്ലാവരും പറഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നു. ഓരോ ഹോൾഡിംഗ് സ്റ്റേഷനുകൾ ഞങ്ങളെപ്പോലുള്ള ന്യായാധിപർ 3 വർഷം കഴിഞ്ഞ് പോകുമ്പോൾ അവിടെ ഞങ്ങളെപ്പോലെയുള്ള സഹയാത്രികരുണ്ടാവും, അവർ പോയിക്കൊണ്ടിരിക്കും. അതേസമയം തന്നെ പെർപ്പച്വലായിട്ടുള്ളൊരു ബോഡിയുണ്ട്, കുറേ ആൾക്കാരുണ്ടാവും, അവരാണ് അഭിഭാഷകർ. ഇവർ തമ്മിലുള്ള ഇൻട്രാക്ഷൻസും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ഈ ചുരുങ്ങിയ കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുള്ള പരസ്പരം ഉണ്ടാക്കുന്ന മതിപ്പുകളുമൊക്കെയാണ് ഇതിൽ ഏറ്റവും വലിയൊരു വാല്യൂ എന്ന് പറയുന്നത്. ഈ അഭിഭാഷകർ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഈ ഒരു 3 വർഷം ഈ ഒരു സ്റ്റേഷനിൽ പരസ്പരമുള്ള ഇൻട്രാക്ഷനും അവർ തമ്മിൽ പരസ്പരം ഉണ്ടാക്കിയിട്ടുള്ള ആ അടുപ്പവും ആ ഇമേജും വളരെ പോസിറ്റീവായിട്ടുള്ള ഒന്നായിരുന്നു. ഈ 4 ഓഫീസേഴ്സിനും അവരുടെ പുതിയ സ്റ്റേഷനുകളിൽ വളരെ നല്ല രീതിയിൽ, സുത്യർഹമായ രീതിയിൽ അവരുടെ ഔദ്യോഗിക ജോലികൾ നടത്താൻ കഴിയട്ടെ. എല്ലാ നന്മകളും അവർക്ക് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ആരിഫ് അധ്യക്ഷത വഹിച്ചു. യാത്രയയപ്പ് നൽകിയ ജഡ്ജിമാർക്ക് CK ആരിഫ് മൊമെന്റോ നൽകി ആദരിച്ചു. പോക്സോ ജഡ്ജ് മഹേഷ് ജി, വിജിലൻസ് ജഡ്ജ് രാജേഷ് ജി, ബാർ അസോസിയേഷൻ സെക്രട്ടറി അജിത് LA, മുൻ പ്രസിഡന്റുമാരായ N രമേശ്, തോമസ് അധികാരം, G സുരേഷ്, ജോഷി ജോസഫ്, വിജു ചക്കാലയ്ക്കൽ, ബാർ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ഷീല തുടങ്ങിയവർ പ്രസംഗിച്ചു. ഏതൊരു വേർപാടും എത്ര ചെറിയ കാലയളവിലാണെങ്കിലും എത്ര പ്രതിസന്ധികൾക്കിടയിലാണെങ്കിലും വേർപാട് എപ്പോഴും വേദന കുറച്ച് നാളത്തേക്കെങ്കിലും ഉണ്ടാവും. പക്ഷെ നാം എല്ലാവരും മനുഷ്യന്റെ അടിസ്ഥാന സ്വഭാവം കൊണ്ട് തന്നെ അതിനെ എത്രയും പെട്ടെന്ന് അതിജീവിക്കും. പിന്നെ നാം ജീവിക്കുന്നത് പുതിയ പ്രത്യാശയിലൂടെയാണ്. യേശുക്രിസ്തുവിന്റെ റിസറക്ഷന് ശേഷം ഒരു പ്രത്യാശയെക്കുറിച്ച് ബൈബിൾ പറയുന്ന പോലെ ഈ പ്രത്യാശയില്ലെങ്കിൽ നമ്മുടെ ജീവിതം തന്നെ ഇല്ലാതാവും. അതുപോലെ ഇവിടുന്ന് പോകുന്ന എല്ലാ എൻ്റെ പ്രവർത്തകരായ സഹോദരി സഹോദരന്മാർക്കും പുതിയ സ്ഥലങ്ങളിൽ പ്രത്യാശയുടെ പുതിയ നാമ്പുകൾ ഉണ്ടാവട്ടെ എന്ന് നിങ്ങളോടൊപ്പം ഞാനും ആശംസിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. പഠനത്തിനപ്പുറം ജീവിതം തൊട്ടറിയാം. ഭാവിയെ രൂപപ്പെടുത്തുന്ന അറിവിന്റെ തിരുമുറ്റം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ. റാങ്കുകളുടെ തിളക്കമാർന്ന പാരമ്പര്യം. NAC A++ മികവിന്റെ കരുത്തിൽ വിജയത്തിലേക്കുള്ള നിങ്ങളുടെ ഉറച്ച ചുവടുവെപ്പ്. ഇവിടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. നിങ്ങളുടെ സർഗാത്മകതയെ ലോകത്തിന് മുന്നിലെത്തിക്കാൻ നിർമ്മല കൂടെയുണ്ട്. വെറുമൊരു ബിരുദമല്ല, മികച്ചൊരു കരിയർ. ആധുനിക സൗകര്യങ്ങളും സുരക്ഷിതമായ ഹോസ്റ്റലുകളും ഇവിടെ നിങ്ങൾക്കായി ഒരുങ്ങുന്നു. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ.